ഉദ്യോഗസ്ഥനും ഗവൺമെൻറ്റും നന്നായി ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അത് ഇപ്പോഴെങ്കിലും കണ്ണു തുറക്കട്ടെ എന്നിട്ട് ഞാൻ അന്ന് തീ കത്തിച്ചത്. ഇതവിടുത്തെ ഒരു കനാലിന്റെ ബണ്ടുണ്ട്, അതൊന്ന് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട് ഇത് വെള്ളം വരുമ്പോൾ അതെല്ലാം കൂടെ പാടത്തേക്ക് വരുന്നു, അപ്പോഴും നഷ്ടം. വേനൽ വരുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, അപ്പോഴും നഷ്ടം. കർഷകൻ കണ്ണീരോടെ പറയുന്നത് അന്നം തരുന്നവനാണ്, ആ ഒരു പരിഗണന തരണം എന്നാണ് അവർ പറയുന്നത്. കനാൽ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് വിളവാവാതെ ഉണങ്ങിയ നെൽപ്പാടങ്ങൾ കർഷകർ തീയിട്ട പ്രദേശം ഷാഫി പറമ്പിൽ MLA സന്ദർശിച്ചു. മേഖലയിൽ കനാൽ വെള്ളം ലഭിക്കാതെ വിളകൾ പതിരായി തന്നെ ഉണങ്ങുന്ന സങ്കടകരമായ അവസ്ഥ ഏറെ നാളുകളായി തുടരുകയാണെന്നും ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ അടുത്ത വിളവിറക്കുന്നത് പോലും ബുദ്ധിമുട്ടിലാകുമെന്നും സാമ്പത്തികമായും മാനസികമായും വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒന്നായി കാർഷിക മേഖല മാറുകയാണ് എന്നും കർഷകർ MLAയോട് പറഞ്ഞു. ഇവിടെ കാട പറയുന്ന സാധനം നമ്മുടെ വീട്ടിൻ്റെ അവിടേക്ക് വന്നു ഇതിലൊന്നുമില്ല. കൃഷി 2-3 സീസണായിട്ട് ഉണങ്ങിക്കൊണ്ട് പോകുന്നു, വെള്ളം കിട്ടാതെ ജീവിക്കാൻ തോന്നിയിട്ട് ചെയ്തത്. നിങ്ങൾ അറിയട്ടെ, ആരെ ഭരിക്കുന്നത് ഭരണകക്ഷികളും ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ അറിഞ്ഞാൽ മാത്രമേ ഇത് തരണം ചെയ്യുന്നത്. എന്തെങ്കിലും അറിയോ കൃഷിയെക്കുറിച്ച്? അയാൾക്ക് നെൽപ്പാട് ചെയ്തിട്ടുണ്ട്, അയാൾ ചെയ്യാത്ത എന്താ അറിയുന്നതിനെ കുറിച്ച്? ഈ വെള്ളം സമയാസമയത്തിന് കൊടുത്താൽ മാത്രമേ കൃഷി ഉണ്ടാക്കാൻ പറ്റൂ. ഒന്നും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിസങ്കീർണമാണെന്നും തൽസ്ഥിതി തുടരുന്നത് പാലക്കാടിന്റെ കാർഷിക മേഖലയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്നും സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും ഷാഫി പറമ്പിൽ MLA ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടു, ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടു, ഒരു കർഷകൻ ദിലീപേട്ടൻ കഷ്ടപ്പെട്ട് നിലമൊരുക്കി നടീൽ നടത്തി ഇപ്പോൾ കതിരായി നിൽക്കുന്ന തൻ്റെ നെൽപ്പാടം കത്തിച്ച് കളയേണ്ടി വന്നൊരു വേദന നമ്മളെല്ലാവരും കണ്ടു. ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വേദന കൊണ്ട് ചെയ്തതാണ്, ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല, പ്രയാസം കൊണ്ട് ചെയ്തതാണ്. കഴിഞ്ഞ വർഷവും ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയി. കടം മേടിച്ചിട്ടും ലോൺ എടുത്തിട്ടും ഒക്കെ ഉള്ള പൈസ കൊടുത്ത് ഈ നിലം ഒരുക്കി അതുപോലെ തന്നെ നടീൽ നടത്തി പണിക്കാരെ വിളിച്ച് എല്ലാ ജോലിയും ചെയ്ത് ഇത് കതിരായി. ഒരല്പം കൂടെ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അത് കൊയ്തെടുക്കാൻ പറ്റുമായിരുന്ന ഒരവസ്ഥയ്ക്ക് അത് കാത്തിരിക്കുമ്പോൾ വെള്ളം പൂർണ്ണമായിട്ടും നിലച്ചു. അവരാഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ അവർക്ക് കൊടുക്കാമെന്ന് പലരും പറഞ്ഞതോ ആയിട്ടുള്ള വെള്ളം ഈ ടൈലൻഡ് പ്രദേശത്തേക്ക് ഒന്നും എത്തിയില്ല. അവസാനം ഇത് ഉണങ്ങിപ്പോയി. ഒരു വൈക്കോലിന് പോലും കൊയ്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ അത് നശിച്ചു പോയി. ഇവിടെ ഹെക്ടർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. ഇപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ കാണാനായിട്ട് സാധിച്ചത്, ഞാൻ നേരിട്ട് കാണാനായിട്ട് വന്നതാണ്. ഇതിനെ സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ ഈ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധി കൂടി ആയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണൻകുട്ടി അവர்கள் പറഞ്ഞു, എവിടെയാണ് നെല്ല് ഉണങ്ങിയിട്ടുള്ളത്, എവിടെയാണ് നെല്ലുണക്കം സംഭവിച്ചിട്ടേ ഇല്ല, അങ്ങനെ ഒരു നശീകരണം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കത്തിച്ചത് മാത്രമല്ല, ഇവിടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഇപ്പോൾ ജയേട്ടൻ്റെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആൾക്കാരുടെ ഹെക്ടർ കണക്കിന് നെല്ല് കൊയ്തെടുക്കാൻ കഴിയാതെ ഉണങ്ങി നശിച്ചു പോകുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് കാണേണ്ടി വരുന്ന അവസ്ഥയാണ്. കർഷകൻ കണ്ണീരോടെ പറയുന്നത് അന്നം തരുന്നവനാണ്, ആ ഒരു പരിഗണന തരണം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് മതിയായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല, സമയത്ത് വെള്ളം കൊടുക്കുന്നില്ല, ഈ ടൈലൻഡിലേക്കൊന്നും വെള്ളം എത്തുന്നു എന്നും ഉറപ്പുവരുത്തുന്നു പോലുമില്ല. ഈ കരാറും അതിൻ്റെ കണക്കുകൾക്കും അപ്പുറത്തേക്ക് കൃഷിക്കാരന് ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഇവർ ദയനീയമായി പരാജയപ്പെട്ടിട്ട് ഇപ്പം അതിന് മറുപടി പറയുന്നത് കൃഷി ഇറക്കാൻ വൈകിയത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പറയുന്നവരെ ഇറക്കി വിടാൻ വൈകുന്നത് കൊണ്ടാണ് കർഷകൻ ഈ പ്രയാസം ഉണ്ടാവുന്നതാണ് എനിക്കിവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത്. മകരക്കൊയ്ത്തും കന്നിക്കൊയ്ത്തും ഒക്കെ പഴയ നോസ്റ്റാൾജിയ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇതവിടുത്തെ ഒരു കനാലിന്റെ ബണ്ടുണ്ട്, അതൊന്ന് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട് ഇത് വെള്ളം വരുമ്പോൾ അതെല്ലാം കൂടെ പാടത്തേക്ക് വരുന്നു, അപ്പോഴും നഷ്ടം. വേനൽ വരുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, അപ്പോഴും നഷ്ടം. എല്ലാ ക്രോപ്പിനും നഷ്ടം വരും, ഫസ്റ്റ് ക്രോപ്പിന് വരെ നഷ്ടം ഉണ്ടാക്കിയ സാധനം ഇങ്ങനെ ഉണങ്ങിപ്പോകുന്ന കത്തിച്ച് കളയേണ്ട അവസ്ഥ വരുമ്പോൾ ഈ പ്രയാസത്തിലല്ലാതെ അവരെങ്ങനെ പ്രതികരിക്കുക? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളുകൾ അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കണ്ടേ? പകരം കർഷകനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് കാര്യമുണ്ടോ? അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ട ആളുകൾ അതിന് മെനക്കെടാതെ ഈ പാവപ്പെട്ട കർഷകനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ഇനി കൃഷി ഇറക്കണ്ടെന്നും പലരോടും പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത് ഞങ്ങളടക്കാനുള്ള വായ്പ ആരാ തിരിച്ചടക്കുക? ഇപ്പം അടക്കണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ, ആ സമയത്ത് പലിശ വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ആ വായ്പകൾ തിരിച്ചടക്കണം, അതിൻ്റെ പലിശ കൊടുക്കണം. ഈ ഇറക്കിയ പൈസ, ഈ പാടത്ത് ഇവർ ഇറക്കിയ പൈസ പോലും അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. അത് കടം മേടിച്ചിട്ടുണ്ടാവും, ലോൺ എടുത്തിട്ടുണ്ടാവും, സ്വർണം പണയം വെച്ചവരുണ്ടാവും. എന്നിട്ട് അത് കത്തിച്ച് കളയേണ്ടി വരുന്ന അവസ്ഥ. ഇങ്ങനെ ഉണങ്ങാൻ, ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടതല്ലേ, ഈ കതിരായ സാധനം ഇങ്ങനെ ഉണങ്ങാൻ വിടുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസിക വ്യത, ഒരു പ്രയാസം, അതിൽ അവരുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം
ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല, ഇത് നശിച്ചു പോയിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉറപ്പായിട്ടും ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അത് ബന്ധപ്പെട്ട ആളുകളുടെ മുന്നിൽ ഉന്നയിക്കും. അതിനു വേണ്ട സമരപരിപാടികളും ഇടപെടലുകളും ഉണ്ടാവും. പാലക്കാട്ടെ കർഷകനെ ഇങ്ങനെ അനാഥരാക്കുന്ന ഒരു സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാവുന്നത് അത്യന്തം പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിരന്തരം വേദന പറയാൻ, വെള്ളത്തിന് കരയണം, ഈ പറയുന്ന പോലെ വെള്ളത്തിന് അവർ കരയണം, നെല്ലിന്റെ കാശിന് കരയണം. PRS റെസീറ്റ് കിട്ടിയ പിന്നെ അത് വായ്പയായിട്ട് കൊടുക്കുന്നു, അത് അവർ തിരിച്ചടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. സിബിൽ സ്കോറിനെ ബാധിക്കാതിരിക്കണം. ഓരോ സീസണിലും കരച്ചിലാണ്. അങ്ങനെ കരഞ്ഞാലേ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുന്നുള്ളൊരവസ്ഥ. കർഷകന്റെ ജില്ലയാണ് പാലക്കാട്, കേരളത്തിന്റെ നെല്ലറയാണെന്നൊക്കെ പറയും. ഇതാണ് ഇവിടുത്തെ നെൽകർഷകരുടെ ഇപ്പോഴത്തുള്ള ദുരിതം, ഇപ്പോഴത്തുള്ള അവസ്ഥ. ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം വേണം. ഈ ടെയിലെൻഡിൽ ഉൾപ്പെടെ വെള്ളം എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ മതിയായ അത്രയും വെള്ളം ഈ കരാറുമായി ബന്ധപ്പെട്ട് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത്രയും ദിവസം വെള്ളം കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. സമയത്ത് അത് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതിന് കഴിയാതിരിക്കുമ്പോൾ ഇവർക്കുണ്ടായ നഷ്ടങ്ങളെ നികത്താനെങ്കിലും ഇവർ മുന്നോട്ട് വരണം. അല്ലാതെ ഇതിനെ ഒരു തരിശുഭൂമി ആക്കാനാണ് ഇങ്ങനെ പ്രതികരിച്ചാൽ അത് കാരണമായി തീരുക. അവരോട് ഇനി കൃഷി ഇറക്കണ്ട എന്ന് പറയുന്നു, അവരെ തിരിഞ്ഞു നോക്കുന്നില്ല, അവരെ ഇറക്കാൻ വൈകിയതുകൊണ്ടാണെന്ന് പറയുന്നു, അവരെ പരിഹസിക്കുന്നു, അവരെ വെല്ലുവിളിക്കുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിശക്തമായിട്ടുള്ള ഇടപെടലുകളും പ്രതിഷേധങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു പറയാൻ ആഗ്രഹിക്കുകയാണ്. കർഷകർക്ക് ആശ്വാസമാകേണ്ട ചിറ്റൂർ MLAയും മന്ത്രിയുമായ ശ്രീ K. കൃഷ്ണൻകുട്ടി നടത്തിയ പരാമർശം മനം മടുത്തു നിൽക്കുന്ന കർഷകരെ നിരാശയിലാക്കുന്നതാണെന്നും പ്രതിഷേധാർഹമാണെന്നും MLA പറഞ്ഞു. വിഷയത്തിൽ കർഷകരുമായി ഐക്യപ്പെടുകയാണെന്നും ചിറ്റൂരിലെ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും കർഷകർക്ക് ഷാഫി പറമ്പിൽ MLA ഉറപ്പ് നൽകി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, സംസ്ഥാന ഭാരവാഹികളായ ജിതേഷ് നാരായണൻ, ഷെഫീഖ് അത്തിക്കോട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. മധു, A. ഷെഫീഖ്, M. രതീഷ് ബാബു, K. സാജൻ, ഗോപകുമാർ പൂക്കാടൻ, U. ജിതിൻ, H. ഷജീഫ്, ഗണേഷ് കരമ്പറ്റ എന്നിവർ പങ്കെടുത്തു. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. വൈക്കലിന് ഒരു റേറ്റ് ഉണ്ട്, വൈക്കലായിട്ട് പോലും കൊടുക്കാൻ കഴിയില്ല. കാരണം ഇത് പതിരാണ്. ഈ സാധനം പശുക്കൾക്ക് കഴിക്കാൻ പറ്റില്ല. ഇതിൽ നെല്ലുണ്ട്. നെല്ല് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അരിയില്ല. ഇത് നെല്ലാണ്. എല്ലാവരും ഇതൊന്നും നോക്കി അറിയാം, ആരും കണ്ടില്ല. അരി ഉണ്ടാവില്ല. അങ്ങനെ ഉണക്കൊന്നും ബാധിച്ചില്ല. ഉണക്കത്തിൽ എന്ത് ഉണക്കമില്ലാന്ന് അറിയാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ രണ്ടാം വിളയും പോയി. സെക്കൻഡ് ക്രോപ്പ്. ഞാൻ അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഞങ്ങളുടെ പഞ്ച പോയിട്ടും ഞങ്ങൾ ഇതൊക്കെ താങ്ങുന്നത് എന്തുകൊണ്ടാണ്. എന്നിട്ട് ഒരു മാത്രം മന്ത്രി എന്താ പറഞ്ഞത്, ഞങ്ങൾ അത് കണ്ടിട്ടില്ല, പോയിട്ടില്ല, കൃഷി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കൃഷി ചെയ്യാണ്ടെന്ന് ബാങ്കിൽ ലോൺ എടുത്ത് ആര് കെട്ടും? നിങ്ങൾ ഏത് മിനിസ്റ്ററാണെങ്കിലും ശരി, ഏത് വകുപ്പാണെങ്കിലും ശരി, ഉദ്യോഗസ്ഥനും ഗവൺമെൻറ്റും നന്നായി ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അത് ഇപ്പോഴെങ്കിലും കണ്ണു തുറക്കട്ടെ പറഞ്ഞാൽ ഞാൻ അന്ന് തീ കത്തിച്ചത്.